മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിക്ക് സമാപനം. ഉത്രാടനാളിൽ അഴീക്കോട് ഗവൺമെന്റ് വൃദ്ധസദനത്തിലായിരുന്നു ഓണക്കോടി വിതരണവും ഓണസദ്യയും. എറണാകുളം അഡീഷണൽ ജില്ലാ ജഡ്ജി കെ സോമൻ വൃദ്ധസദനത്തിൽ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാധവറാവു സിന്ധ്യ ട്രസ്റ്റ് പോലുള്ള നമ്മുടെ നാട്ടിലെ വളരെ സ്നേഹസമ്പന്നരായ വികാരമതികളായ ആളുകളുടെ സഹായ സഹകരണങ്ങളാണ് നമ്മുടെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജിയാസി ഭാസ്കർ അദ്ദേഹത്തെ കുറിച്ച് വന്നൊരു വാർത്ത. അദ്ദേഹം തമിഴ്നാട് സംസ്ഥാനത്തെ ഒരു വൃദ്ധസദനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ പ്രായമായവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വന്നൊരു കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളൊരു ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചർച്ച അല്ലെങ്കിൽ ഒരു വാർത്ത വായിക്കാനിടയായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടി വയോജനങ്ങളോട് സൗഹൃദത്തോടും അല്ലെങ്കിൽ സഹാനുഭൂതിയോടെ കൂടെയൊക്കെ പെരുമാറുന്നൊരു സംസ്കാരം തമിഴ്നാട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരുപക്ഷെ ഓരോ വൃദ്ധസദനങ്ങളിലെയും അവിടുത്തെ അന്തേവാസികളുടെ ജീവിത നിലവാരവും അവർക്ക് കൊടുക്കുന്ന കെയറും പ്രൊട്ടക്ഷനും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണോ ഇത്തരമൊരു അഭിപ്രായപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷനായി. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചിട്ട് 22 വർഷം കഴിഞ്ഞു. 14ാമത്തെ വർഷമാണ് ഈ വൃദ്ധസദനത്തിൽ അമ്മക്കൊരു ഓണക്കോടി എന്ന പരിപാടിയുമായി ഞങ്ങൾ എത്തുന്നത്. 14 വർഷം മുന്നേ ഇതിന് തുടക്കം കുറിച്ചത് ഇവിടെ വെച്ചായിരുന്നു. അന്ന് ഒന്നാമത്തെ 14 വർഷം മുന്നേ 2 സ്ഥലത്താണ് കൊടുത്തത്. പിന്നെ അത് 5 സ്ഥലമായി, പിന്നെ 8ആയി, ഇപ്പോൾ 10 സ്ഥലങ്ങളിൽ 1250 അമ്മമാർക്കും അച്ഛന്മാർക്കും 2 ബാലികാ സദനത്തിൽ, ഒന്ന് ബത്താനിയ ബാലികാ സദനത്തിലും മറ്റൊന്ന് പള്ളിക്കുന്ന് മൂകാംബിക ബാലികാ സദനത്തിലെ പെൺകുട്ടികൾക്കും ഇവർക്ക് ആവശ്യമായ ഇവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അച്ഛന്മാർക്ക് ഷർട്ടും മുണ്ടുമാണ്, അമ്മമാർക്ക് സാരി വേണ്ടുന്ന ആളുകൾക്ക് സാരി, കസവ് സാരി വേണ്ടുന്നവർക്ക് കസവ് സാരി, അല്ലെ സെറ്റുമുണ്ട്, എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അതാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ, കിയാൽ ഡയറക്ടർ ഡോക്ടർ MP ഹസൻ കുഞ്ഞി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 14ാമത്തെ ഓണമാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, സ്ഥിരമായി നമ്മളിലേക്ക് വരുന്ന നമ്മളുടെ സ്പോൺസേഴ്സായി വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും സന്തോഷിപ്പിക്കുക, ഇവിടെ ഉള്ളവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഭരണസമിതി എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്. വൃദ്ധസദനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് മാറ്റേണ്ട കാലമാണ്. കാരണം ഇപ്പം ഹാൻഡിക്യാപ്പ് വില മാറി, ഡിഫറൻഷ്യലി ഡിസേബിൾഡ് എന്നൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് തോന്നിയത് നിങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണ്. സീനിയർ സിറ്റിസൺസ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾ അർഹരാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ മുഖത്തിരിക്കുന്ന അതിനൊരു നാണത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. വൃദ്ധസദനം സൂപ്രണ്ട് PK നാസർ, KP ജോഷിൽ, നിസാർ വായപ്പറമ്പ്, നസീർ മുസാഫി നീർച്ചാൽ, P വിനോദൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. അത്തം നാളിൽ പള്ളിയാമൂല ശ്രീ മൂകാംബിക ബാലികാ സദനത്തിൽ നിന്നാണ് ഓണക്കോടി വിതരണത്തിന് തുടക്കം കുറിച്ചത്. കഥാകൃത്ത് T പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധയിടങ്ങളിലായി ഓണക്കോടികൾ വിതരണം ചെയ്തു. ഈ വർഷം 1250 പേർക്കാണ് ഓണക്കോടിയും ഓണസദ്യയും നൽകിയത്. മുൻ MLA മേഴ്സി രവിയുടെ ഓർമ്മയിലാണ് തുടർച്ചയായ 14ാം വർഷവും മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണക്കോടി വിതരണവും ഓണസദ്യയും സംഘടിപ്പിച്ചത്. കണ്ണൂർ 1 കണ്ണൂർ.
Kannur Cooperative Urban